അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആദരണീയരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 7. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശം ഉദ്ധരിച്ചിരുന്നു. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പ്രകാശമായിരുന്നു. ആ പ്രകാശം അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലുകയും അതനുസരിച്ചുകൊണ്ട് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുകയും ചെയ്തിരുന്നു. ശേഷം റസൂലുള്ളാഹി തങ്ങൾ തുടരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ ആദം നബിയുടെ മണ്ണിൽ ആ പ്രകാശത്തെ അല്ലാഹു നിക്ഷേപിച്ചു. ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദമ അലൈഹിസ്സലാം ഇലൽ അർദ്. ആദം നബി അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു തആല എന്നെയും ഇറക്കി. വജഅലനി ഫിസ് സഫീനത്തി ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം കപ്പലിലാകുമ്പോൾ ആ നൂഹ് നബിയുടെ മുതുകിൽ അല്ലാഹു തആല എന്നെയാക്കി. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തീയിൽ ആകുന്ന സമയത്ത്, തീയിൽ ഇടപെട്ട സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ മുതുകിൽ അല്ലാഹു തആല എന്നെയാക്കി. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സക്കിയത്തി ത്വാഹിറ. ബഹുമാനിക്കപ്പെടുന്ന ബഹുമാനികളായ പവറുള്ള മുതുകളിൽ നിന്ന് സംശുദ്ധമായ പരിശുദ്ധ ഗർഭാശയങ്ങളിലേക്ക് അല്ലാഹു തആല എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ. അവസാനം എൻ്റെ ഉമ്മായുടെയും ഉപ്പായുടെയും ഇടയിൽ നിന്ന്, ഉമ്മായിൽ നിന്നും ഉപ്പായിൽ നിന്നും അല്ലാഹു തആല എന്നെ ഭൂമിയിലേക്ക് ഇറക്കി. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു. എൻ്റെ ഉമ്മ ഉപ്പായിൽ നിന്ന് ഞാൻ ജനിച്ചു. അല്ലാഹു തആല എന്നെ ശാരീരികമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കുകയും ആ ഉമ്മയും വാപ്പയും ഒരിക്കലും അനാവശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണിത്. ദുറുൽ മൻസൂർ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, ഇമാം ആജുരി റഹ്മഹുല്ലാ, ഇമാം സുയൂത്തി റഹ്മഹുല്ലാ, ഖാളി ഇയാദ് റഹ്മഹുല്ലാ തുടങ്ങിയ മഹാന്മാരൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലാവുമ്പോൾ തങ്ങൾ എവിടെയായിരുന്നു? ഈ ചോദ്യം കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളൊന്ന് പുഞ്ചിരിച്ചു. അവിടുത്തെ ആ മുൻപല്ല് കാണുന്ന രൂപത്തിലൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവിടുന്ന് തുടർന്നു, കുന്തു ഫീ സുൽബിഹി. ഞാൻ ആദം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. വറകിബ ഫീ അസ്സഫീനത ഫീ സുൽബി അബി നൂഹ്. എൻ്റെ പിതാവാകുന്ന നൂഹ് നബിയുടെ മുതുകിൽ അല്ലാഹു തആല എന്നെ കപ്പലിൽ കയറ്റി. വഖുദിഫ ബി ഫീ സുൽബി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മുതുകിൽ അല്ലാഹു തആല എന്നെ തീയിൽ ഇടുകയും ചെയ്തു. ലം യൽതഖി അബവായ ഖത്തു അലാ സിഫാഹ്. എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അനാവശ്യ പ്രവണതയിൽ ഏർപ്പെട്ടിട്ടില്ല. ലം യസലില്ലാഹു തആല യൻഖുലുനി മിനൽ അസ്ലാബിൽ ഹസന. നല്ല മുതുകളിൽ നിന്നും അല്ലാഹു തആല എന്നെ ഇലൽ അർഹാമി ത്വാഹിറ, പരിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് നീക്കിക്കൊണ്ടേയിരുന്നു. ഇത് താരീഖ് ദിമശ്കിൽ കാണാം. ഇബ്നു കസീറിൻ്റെ അൽ ബിദായത്തു വന്നിഹായിൽ കാണാം. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ, അവിടുത്തെ പരമ്പര അത് സംശുദ്ധമാണ് എന്നതിലേക്കുള്ള വ്യക്തമായ
തെളിവാണിത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ ലം യൽതഖിയ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു, ഒരിക്കലും മാതാപിതാക്കൾ സിനായിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഉദ്ദേശം ജാഹിലിയ കാലത്ത് നടമാടിയിരുന്ന സിന മാത്രമല്ല, ഒരു അനാവശ്യ പ്രവണതയിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്തോതിയപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്താണ് മിൻ അൻഫുസിക്കും എന്നതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ മിൻ അൻഫസിക്കും എന്നും ഖിറാഅത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഞാൻ നിങ്ങളിൽ എല്ലാ നിലക്കും സംശുദ്ധനാണ്. ലൈസ ഫിയ വലാ ഫി ആബാഇ മില്ലദുൻ ആദമ സിഫാഹ് കുല്ലുഹാ നിക്കാഹ്. എൻ്റെ മാതാക്കളിലോ പിതാക്കളിലോ എന്നിലോ ആദം നബി അലിഹിസ്സലാം മുതൽ ഒരിക്കലും അനാവശ്യമായ ഏർപ്പാട് ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ദുർറുൽ മൻസൂറിൽ നമുക്ക് കാണാൻ കഴിയും. ദലാഇലുൻ നുബുവയിൽ അബൂ നുഅയ്ം തങ്ങൾ ഉദ്ധരിച്ചതായി കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും അനാവശ്യമായ പ്രവണതയിൽ ഏർപ്പെട്ടിട്ടില്ല. ലം യസലില്ലാഹു യൻഖുലുനി മിനൽ അസ്ലാബി ത്വയ്യിബ ഇലൽ അർഹാമി ത്വാഹിറ മുസഫൻ മുഹദ്ദബ. അല്ലാഹു തആല എന്നെ നല്ല സംശുദ്ധമായ മുതുകളിൽ നിന്ന് പവിത്രമായ ഗർഭാശയങ്ങളിലേക്ക് അല്ലാഹു എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു എന്ന് സീറ ഇബ്നു കസീറിൽ കാണാം. ഇതുപോലെ അൽ ഖസായിസുൽ കുബറയിൽ കാണാം. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അത് എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും എല്ലാ വേണ്ടാവൃത്തികളിൽ നിന്നും സംശുദ്ധമാണ്, പരിശുദ്ധമാണ് എന്നതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്വം അംഗീകരിച്ച് അവിടുത്തെ ആദരവ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നിലക്കും റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാനും അവിടുത്തെ മഹബത്ത് വെക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.